ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. ചെറുപയർ പരിപ്പിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം ഒരു പിടി ചെറുപയർ പരിപ്പ് കഴുകി വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. നമ്മുടെ വീട്ടിലെ തന്നെ നാടൻ വാഴക്കൂമ്പാണ് കിട്ടിയിട്ടുള്ളത്. അത് കുറച്ച് കട്ടിയുള്ള ഭാഗം പൊളിച്ച് മാറ്റിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. വാഴക്കൂമ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഞെരടി വയ്ക്കാം. അരിഞ്ഞു വയ്ക്കുമ്പോൾ നിറം മാറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ പുരട്ടി വയ്ക്കുന്നത്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഒത്തിരി വെന്തു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. ഇനി തോരനുള്ള തേങ്ങ ഒരു മിക്സി ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ളി ജീരകം, ഒരല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ചെറിയ ഉള്ളി, 2 പച്ചമുളക് ഇതെല്ലാം ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഇനി ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയുടെ പച്ച ചുവയൊന്ന് മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന കൂമ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.